ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉള്ളിയൊന്നും വഴറ്റാത്ത രീതിയിലുള്ള ഒരു മുട്ടക്കറിയും കൂടിയാണ്. ഇത് രണ്ടും നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് അപ്പം അരി അരച്ച ഉടനെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. രണ്ട് രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കാം. അതിനുള്ള ഒരു വഴിയും കൂടി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ വളരെ കുറവ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണിത്. കപ്പായാലും മതി. അതേ കപ്പിൽ തന്നെ തേങ്ങ ചിരവിയതും അവിലും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് വെള്ളമെല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ കപ്പിൽ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് അവിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഇവിടെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരു നുള്ളു ഈസ്റ്റാണ് എടുക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പം എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാനായിട്ട്. ഫ്രഷ് അല്ല എങ്കിൽ കുറച്ചധികം ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മളുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മുകളിലോട്ടൊന്നിങ്ങനെ കോരി ഒഴിക്കുക. 2 മിനിറ്റോളം ഇത് കോരി ഒഴിക്കണം. അതായത് നല്ലപോലെ എയർ ബബിൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ പാലപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഈ സമയത്ത് തന്നെ ഇനിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് ചൂടാക്കാനായിട്ട് വയ്ക്കുക. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ചൂടായാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു വെച്ച പാത്രം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിനകത്ത് മുട്ടാൻ പാടില്ല. പാത്രം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അതേപോലെ തന്നെ കുറച്ച് ചെറിയ പാത്രം എടുത്താൽ അതായിരിക്കും നല്ലത്. അരി അരച്ച് അരമണിക്കൂറിൽ തന്നെ അപ്പം ഉണ്ടാക്കണമെന്നുള്ളവരാണെങ്കിൽ 1/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. നമ്മളിവിടെ ഒരു നുള്ളു ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളത് ഉള്ളിയൊന്നും വഴറ്റാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 8 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്, 2 തക്കാളി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ടൊന്ന് അരിയുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി ചെറുതാക്കിയിട്ട് അരിയുക, തക്കാളിയും ചെറുതാക്കിയിട്ട് അരിയുക, പച്ചമുളക് നടുവ് കീറിയിട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 3 കരിയാമ്പൂ, 2 ഏലയ്ക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇത് വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറല്ല, സാധാരണ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും. വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ചിട്ട്
4 വിസിൽ വരുന്നവരെയാണ് വേവിക്കേണ്ടത്. അപ്പോഴത്തേക്കും ഉള്ളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതിനകത്ത് ചേർത്ത പൊടികളൊന്നും വഴറ്റിയിട്ടില്ല, വഴറ്റാത്ത പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 വിസിലാവുമ്പോഴത്തേക്കും പൊടികളുടെ എല്ലാം പച്ചമണവും കൂടെ മാറിക്കിട്ടും. നമ്മൾ ഈ കറിക്കകത്ത് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നില്ല, തേങ്ങ അരച്ചതും എടുക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കറിൻ്റെ വിസിൽ വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, മറ്റൊരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട വെന്ത് കഴിഞ്ഞാൽ തണുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കുക്കറിന് 4 വിസിൽ വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആവിയെല്ലാം പോയിട്ടുണ്ട്. കുക്കർ നമുക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലാണ് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഗ്രേവി എത്ര വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം കറി പിന്നെ തിളപ്പിക്കരുത്, അപ്പോഴാണ് കറി പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയൊന്ന് വരഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടെ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഒരു നുള്ളു ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരാനായിട്ട് 4-5 മണിക്കൂർ എടുക്കും. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊന്തിക്കിട്ടും. രാവിലെ അരി അരച്ച് 1 മണിക്കൂറിനകം നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ നമ്മളുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ലപോലെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കുത്തിയിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് ചട്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുമ്പം അതിനകത്തുനിന്ന് അപ്പം പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് 1-2 ഡ്രോപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഉള്ളി ഇതേപോലെ കട്ട് ചെയ്യുക. അതായത് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ സവോള വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഇത് നല്ലൊരു ടിപ്പാണ്. എത്ര ഒട്ടിപ്പിടിക്കുന്ന ചട്ടിയായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം വിട്ട് കിട്ടും. ഇരുമ്പിൻ്റെ തവയിൽ ദോശ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു തുള്ളി നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള വെച്ച് ഇതേപോലെ ഉരച്ചു കൊടുത്ത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ തവയിലും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അപ്പം മുരിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള അപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ഉള്ളി വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് വേണം അപ്പം കോരി ഒഴിക്കാനായിട്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്കിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം ഇരുമ്പിൻ്റെ ചട്ടി പെട്ടെന്ന് തന്നെ ചൂടാവും. അതുകൊണ്ട് അപ്പം കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു മുന്നേ ഞാൻ വേറെ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഒരു അപ്പം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിലൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്